ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ചും പാരമ്പര്യ വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾക്ക് വേദനിച്ചു എന്ന രീതിയിലായിരുന്നു അതിൻ്റെ പ്രതികരണങ്ങൾ വന്നത്. കാരണം വിശ്വാസ പാരമ്പര്യമാണെങ്കിൽ അത് അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതായിരിക്കും നമ്മൾ ഇന്നും തുടരുക. എന്നാൽ പാരമ്പര്യ വിശ്വാസമാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അതിൻ്റെ അകത്ത് പ്രവേശിച്ച പലവിധ പാഷണ്ഡതകളും തെറ്റായ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ അത് പലർക്കും അതിൻ്റേതായ തലത്തിൽ ഉൾക്കൊള്ളാനോ അത് സ്വീകരിക്കാനോ സാധിച്ചില്ല. കാരണം അവർ വിശ്വസിച്ചു പോന്നിരുന്ന പലതും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത തിന്മയായ തെറ്റായ ദൈവവചന വിപരീതമായ കാര്യങ്ങളാണെന്ന് അംഗീകരിക്കാൻ ഇത്തരക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 2018 ഒരു വലിയ പ്രളയമുണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു സമയത്ത് നമ്മളെല്ലാം പുഴകളിലേക്കോ റോഡുകളിലേക്കോ വലിച്ചെറിഞ്ഞ വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം വെള്ളം ഉയർന്നു വന്നപ്പോൾ ചില പാലങ്ങളിലും ചില ഭവനങ്ങളിലേക്കൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മുൻകാലഘട്ടങ്ങളിൽ ആരൊക്കെയോ തൻ്റെ തലമുറകളിലുള്ളവരൊക്കെ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ നമ്മുടെ വീടുകളുടെ അകത്തേക്ക് വന്നു. പലരുടെയും വീടുകളിൽ വെള്ളം കയറി, വെള്ളം തിരിച്ചിറങ്ങിപ്പോയി. പക്ഷേ ഈ വേസ്റ്റുകൾ തിരിച്ചു പോയില്ല. മണ്ണും ചെളിയും മറ്റ് മോശപ്പെട്ട വസ്തുക്കളുമായി ഭവനം വൃത്തികേടായി. നമ്മൾ എന്ത് ചെയ്തു? കുഴപ്പമില്ല, ഒരു കാലത്ത് നമ്മുടെ പാരമ്പര്യ പൂർവികർ വലിച്ചെറിഞ്ഞതാണല്ലോ എന്ന് കരുതി ആ വീട്ടിൽ തന്നെ നമ്മൾ വസിച്ചില്ല. പകരം അത് ക്ലീൻ ചെയ്തു. ദിവസങ്ങളോളം എടുത്ത് മോട്ടറും മറ്റ് ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്ത് പിന്നീട് അതേ വീട്ടിൽ തന്നെ നമ്മൾ വസിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിക്കും പ്രത്യേകിച്ച് ഒരു കത്തോലിക്കനും പൂർണ്ണമായി ഉൾക്കൊള്ളാനോ അതിഷ്ടപ്പെടാനോ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ജപമാല പ്രാർത്ഥനയുടെ ഉത്ഭവം. എവിടെ നിന്നാണ് ജപമാല പ്രാർത്ഥന? പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, ഒരു ക്രിസ്ത്യാനിയെ പ്രത്യേകിച്ച് ഒരു കത്തോലിക്കനെ പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഒരു ജപമാല കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. ഈ വിശ്വാസം ഏത് കാലഘട്ടത്തിലാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇത് ആദ്യമായി ചരിത്രങ്ങൾ പറയുന്നത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ ഉരുട്ടിയുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് കയറുകൾ കെട്ടായി ചുരുട്ടി വെച്ച് ആ ഉരുട്ടിയുള്ളൊരു പ്രാർത്ഥന 1-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങി എന്ന് പറയപ്പെടുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളാണ്. 150 സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉരുണ്ട കല്ലുകൾ ശേഖരിച്ചു വെക്കുകയും ഓരോന്ന് കഴിയുമ്പോൾ ഓരോ ഉരുണ്ട കല്ലുകൾ മാറ്റി വെക്കുകയും അങ്ങനെ ഇത് എണ്ണിക്കൊണ്ടിരുന്ന ഒരു രീതിയെക്കുറിച്ച് 1-ാം നൂറ്റാണ്ടിലെ സന്യാസി സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വീണ്ടും 3-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് വലിയ കയറുകൾ കെട്ടായിട്ട് കെട്ടി 150 കെട്ടുകൾ ഉണ്ടാക്കി ആ കെട്ടുകൾ എണ്ണാനായി ഉപയോഗിച്ചതായി പറയപ്പെടുന്നത്. പക്ഷേ അവിടെ ഒന്നും ഇന്ന് നമ്മൾ കാണുന്ന ജപമാല പ്രാർത്ഥനയിലുള്ള നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്. പകരം സങ്കീർത്തനങ്ങളും അതിനുശേഷം വിദ്യാഭ്യാസമില്ലാത്ത ജനത്തിൻ്റെ ഇടയിലേക്ക് സ്വർഗസ്ഥനായ കർത്തൃപ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന 150 പ്രാവശ്യം ചെല്ലുന്ന ഒരു പ്രവണത ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇത് ഞാൻ പുതിയതായി കണ്ടുപിടിച്ചൊരു കാര്യമല്ല. സഭയ്ക്കുത്തരമുണ്ടോ എന്ന ഒരു പുസ്തകത്തിൽ ഫാദർ ആന്റണി നെറ്റിക്കാട്ട് CM ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജപമാലയുടെ ഉത്ഭവം എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. 150 സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്ന പതിവ് വിശ്വാസികൾ സ്വീകരിച്ചതാണ്. അന്ന് സാധാരണ മനുഷ്യർക്കിടയിൽ പൊതുവെ അറിയപ്പെടുന്ന പ്രാർത്ഥന അത് മാത്രമായിരുന്നു. അതിനുശേഷം എവിടെയാണ് ജപമാല ഇന്ന് നമ്മൾ കാണുന്ന ജപമാലയിലേക്ക് വന്നത് എന്ന് 220-ാമത്തെ പേജിൽ വ്യക്തമായി നമ്മളോട് പറയുന്നു. 13-ാം നൂറ്റാണ്ടോടുകൂടെ പരിശുദ്ധ കന്യകയുടെ ജീവിതത്തെ ആസ്പദമാക്കി 150 ധ്യാനങ്ങൾ നിലവിൽ വന്നു. അവയെ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചു. അതേസമയം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും പ്രചാരം സിദ്ധിച്ചു. അതും ആവർത്തിച്ച് ചൊല്ലുന്ന പതിവ് തുടങ്ങി. അതിനായി കെട്ടുകളുള്ള കയർ, ചരടിൽ കോർത്ത മുത്തുകൾ ഇവയെല്ലാം ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്ന ആദ്യത്തെ ഇന്ന് നമ്മൾ കാണുന്ന ജപമാലയുടെ ഉത്ഭവമായി നമുക്ക് കാണാൻ സാധിക്കുക. ഇത് തന്നെ 1214 അതായത് 13-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ഇന്നത്തെ ജപമാലയുടെ അടിസ്ഥാന രൂപം അദ്ദേഹത്തെ വരമേൽപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തെക്കൻ ഫ്രാൻസിനെ നശിപ്പിച്ചു കൊണ്ടിരുന്ന ആൽബജൻസിയൻ എന്ന പാഷണ്ഡതയോട് പോരാടാൻ ശക്തമായ ഒരു ആയുധമായി പരിശുദ്ധ കന്യക വിശുദ്ധ ഡൊമിനിക്കിനെ ജപമാല ഏൽപ്പിച്ചു. പരിശുദ്ധ കന്യക ഡൊമിനിക്കിനോട് ഇങ്ങനെ പറഞ്ഞു: ജപമാല ഭക്തി പ്രസംഗിക്കുക, പ്രചരിപ്പിക്കുക,
സകല രൂപത്തിലുമുള്ള പാപങ്ങൾ, പാഷണ്ഡത എന്നിവയ്ക്ക് ഒരു മറുമരുന്നാണ് ഇത്. ജപമാല ഭക്തിയുടെ പ്രചരണം മൂലം ആൽബജനിസം എന്ന പാഷണ്ഡത പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഈ പുസ്തകം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, സഭയ്ക്ക് ഉത്തരമുണ്ടോ, ഫാദർ ആന്റണി നെല്ലിക്കാട്ട് CM, ഇദ്ദേഹമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ ആൽബജനിസം എന്നൊരു പാഷണ്ഡതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജപമാല പ്രാർത്ഥനയുടെ വലിയ പ്രചാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അത് പ്രസംഗിക്കുക, അത് പ്രചരിപ്പിക്കുക, ജനത്തെ മുഴുവൻ അത് ഏൽപ്പിക്കുക എന്നുള്ളത്. ഇത് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് പരിശുദ്ധ കന്യകാമറിയം തന്നെ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ ഡൊമിനിക്കിന് കൊടുത്തു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ആൽബജനിസം എന്നൊരു പാഷണ്ഡത ഈ പറയുന്ന ജപമാല പ്രാർത്ഥനയിലൂടെ അവസാനിച്ചുവോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ആൽബജൻസിയൻ എന്ന പാഷണ്ഡത 12ാം നൂറ്റാണ്ടിൽ വളർന്നു വന്നപ്പോൾ ഇതെങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ആദ്യം ഈ പാഷണ്ഡത എന്താണ് എന്നൊന്ന് പരിശോധിക്കുക. ഈ പാഷണ്ഡത പറഞ്ഞിരുന്നത് ഒരു വിശ്വാസപരമായ ഒരു കാര്യം തന്നെയാണ്. മെറ്റീരിയൽ ആയിട്ടുള്ളൊരു വേൾഡും ഉണ്ട്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു വേൾഡും ഉണ്ട്. ഇത് രണ്ടാണ്. മെറ്റീരിയൽ വേൾഡ് സൃഷ്ടിച്ചതാകട്ടെ ഈവിളാണ്, തിന്മയാണ്. എന്നാൽ സ്പിരിച്വൽ വേൾഡ് സൃഷ്ടിച്ചത് ദൈവമാണ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റു പല വിഷയങ്ങളുമുണ്ട്, നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് നമ്മൾ അത് തിരിച്ചു വരിക. കാരണം ഇത് വിശ്വാസികളുടെ ഇടയിൽ ലോകം സൃഷ്ടിച്ചത് തിന്മയാണ് എന്ന് പറയുമ്പോൾ മുഴുവൻ ലോകത്തെ ഉപേക്ഷിക്കുക, സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം മാത്രം എടുക്കുക എന്ന് വന്ന് അത് പല രീതിയിൽ ആ തിന്മ പ്രചരിപ്പിക്കുകയും പല രീതിയിൽ അപകടങ്ങൾ നിറയുകയും ചെയ്തു. ഇങ്ങനെ വന്നപ്പോൾ ഇതിനെ നശിപ്പിക്കാനായിട്ടാണ് ജപമാലയുടെ ഉത്ഭവം എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. പല ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ആൽബജൻസിയൻ എന്ന പാഷണ്ഡതയെ തകർക്കുക ഈ ജപമാലയിലൂടെ തന്നെയാണ് എന്നാണ് മിക്ക ചരിത്രങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആൽബജൻസിയൻ എന്നാണ് അവസാനിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അവസാനിച്ചത് 15ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. നമ്മൾ നോക്കുക, 1214 ഈ ഒരു പ്രത്യക്ഷതയുണ്ടായി ഇത് പറയുന്നു. പിന്നീട് ഏകദേശം 300 വർഷങ്ങളോളം ഇത് തുടരുകയും ഈ ആൽബജൻസിയൻ എന്ന പാഷണ്ഡത അവിടെ ശക്തമായി നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ നശിപ്പിക്കാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻക്വിസിഷനിലൂടെ. എന്താണ് ഇൻക്വിസിഷൻ? അതായത് സഭയിൽ വന്നിരുന്ന പാഷണ്ഡതകളെ ശക്തമായി നിയമ നടപടികളോടെ നേരിടുക, ശിക്ഷാ നടപടികൾ കൊടുക്കുക, അവരെ ശക്തമായി പീഡിപ്പിക്കുക, അവരെ ജയിലിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന രീതിയിൽ അതിനെ നടത്തുക, വലിയ രീതിയിൽ ടോർച്ചറുകൾ നടത്തുക. ഇത്തരം വിശ്വാസങ്ങൾ തെറ്റാണെന്ന് ശക്തമായി പ്രചരിപ്പിക്കുന്നതോടൊപ്പം ഇത്തരം വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന വിശ്വാസികളെ ശക്തമായി പീഡിപ്പിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ എല്ലാ വേരുകളെയും മുറിക്കുക എന്നുള്ളതായിരുന്നു ഇൻക്വിസിഷനിലൂടെ ചെയ്തിരുന്നത്. ഇതാകട്ടെ 13ാം നൂറ്റാണ്ടും 14ാം നൂറ്റാണ്ടും 15ാം നൂറ്റാണ്ടും തുടരുകയും 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ ഈ ആൽബജൻസിയൻ എന്ന് പറയുന്ന പാഷണ്ഡത പൂർണ്ണമായി തുടച്ചു നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണോ ഈ പറയുന്ന പാഷണ്ഡത അവസാനിച്ചത്, അതെയോ ഇൻക്വിസിഷനിലൂടെയാണോ ഈ പാഷണ്ഡത, അതായത് ശക്തമായ നിയമ നടപടികളിലൂടെ തന്നെയാണ് ഇത് അവസാനിച്ചത്, വലിയ എക്സിക്യൂഷൻസ് നടത്തിക്കൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചത് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ആൽബജൻസിയൻ എന്ന പാഷണ്ഡത പൂർണ്ണമായി തകർക്കപ്പെട്ടില്ല എന്ന വാദമുഖം ഇവിടെ നിൽക്കെ തന്നെ ചില ചരിത്രകാരന്മാർ ഒരിക്കലും 12ാം നൂറ്റാണ്ടിലോടുകൂടെയല്ല ജപമാലയുടെ ഉത്ഭവം, അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലും പിന്നീട് കാലങ്ങളോളം, വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം എടുത്തിട്ടാണ് ഇതിൻ്റെ പൂർണ്ണമായ ഒരു ഉത്ഭവ സ്ഥാനം കടന്നു വരുന്നത് എന്ന് മിക്ക ചരിത്രകാരന്മാരും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡൊമിനിക്കിന് ലഭിച്ച ഈ ഒരു പ്രത്യക്ഷതയെക്കുറിച്ച് അംഗീകരിക്കാത്ത പല ചരിത്രകാരന്മാരും കത്തോലിക്ക സഭയിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് ഈ പുസ്തകം പിന്നീട് പറയുന്നൊരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ, ഏതാനും ദശകങ്ങൾക്ക് ശേഷം ഗൾഫ് ഓഫ് കൊറിന്തോസിനടുത്തുണ്ടായിരുന്ന ലെപ്പൻഡോയിൽ 1571 ശക്തരായ തുർക്കി പടയാളികൾക്കെതിരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണയിൽ മാർപ്പാപ്പയുടെ കപ്പൽപ്പട നേടിയ അത്ഭുതകരമായ വിജയം ജപമാലയുടെ ശക്തിക്ക് മറ്റൊരു തെളിവായിരുന്നു. മറിയത്തോടുള്ള നന്ദി സൂചകമായി 5ാം പിയൂസ് മാർപ്പാപ്പ 1571 വിജയത്തിൽ മാതാവിൻ്റെ തിരുനാൾ സ്ഥാപിച്ചു. ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായി ഒക്ടോബർ 7 പിന്നീട് നിശ്ചയിച്ചു എന്നാണ് ഈ പുസ്തകം പറയുന്നത്. പ്രിയമുള്ളവരെ, അതായത് ഒന്നാമത്തെ ചരിത്രം അതിന് എതിർവാദങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ
രണ്ടാമത് മറ്റൊരു കാര്യം, 16-ാം നൂറ്റാണ്ടോടുകൂടെ ഈ ഒരു പറയുന്ന ഗൾഫ് ഓഫ് വാർ ഓഫ് ഗൾഫ് എന്ന് പറയുന്ന ഈ ഒരു യുദ്ധത്തോടു കൂടെ അതിൻ്റെ വിജയത്തിന് കാരണമായി ഭവിച്ചത് ജപമാല പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 5-ാം പിയൂസ് മാർപ്പാപ്പ മാതാവിൻ്റെ തിരുനാൾ സ്ഥാപിക്കുകയും അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ശക്തമായി കടന്നു വരികയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ആ യുദ്ധത്തെക്കുറിച്ച് നമ്മളത് പരിശോധിക്കുക. ക്രിസ്ത്യാനിറ്റി, പത്രോസ് അപ്പസ്തോലൻ വാളെടുത്തപ്പോൾ വാളെടുത്തവൻ വാളാൽ നശിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിന്നും എവിടേക്കോ പുറത്തു കടന്നുകൊണ്ടാണ് ഈ ഒരു വലിയ യുദ്ധം തന്നെ അവിടെ കടന്നു വന്നത് മാർപ്പാപ്പയിലൂടെ. എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ ഏകദേശം 35,000-ലും അധികം ജീവൻ പൊലിഞ്ഞു എന്ന് മാത്രമാണ് ഇതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയം. ഏകദേശം 15,000-നും 20,000-നും ഇടയിൽ ആളുകൾ ഈ പറയുന്ന മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പടയാളികൾ മരണപ്പെടുകയും തുർക്കിയുടെ നേതൃത്വത്തിലുള്ള 20-നും 25,000-നും ഇടയിലുള്ള പടയാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു വലിയ യുദ്ധം, ഒരു രക്തക്കളി, ഒരു ചോരക്കളി തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന യുദ്ധം പര്യവസാനിച്ചത്. അപ്പോൾ അതിൻ്റെ വിജയം സംഭവിച്ചത് മാതാവിനോടുള്ള മാധ്യസ്ഥമാണ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മാതാവും, നമ്മളിതും ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ യുദ്ധങ്ങളെക്കുറിച്ച് നിരന്തരം കരയുമ്പോൾ, യുദ്ധങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോൾ, കുഞ്ഞുങ്ങൾ മരിക്കുന്നു, ഗർഭിണികൾ മരിക്കുന്നു, മക്കൾ മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പടയാളികൾ മാത്രമാണ് മരിച്ചത്, എന്നാലും അവർ മനുഷ്യ ജീവനല്ലേ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇതെല്ലാം കടന്നു വരുന്നത്. എന്തുമാകട്ടെ 12-ാം നൂറ്റാണ്ടിലോ 13-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ഏത് കാലഘട്ടത്തിൽ ഇത് കടന്നു വന്നാലും ഇതിന് ദൈവവചനമായി എത്രത്തോളം അടുപ്പമുണ്ട് എന്ന് പരിശോധിക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ്. കാരണം 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സങ്കീർത്തനങ്ങൾ, ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്ന ദൈവവചനമാകുന്ന ദൈവസത്യങ്ങൾ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ മാറ്റിമറച്ചത് ഈ പറയുന്ന ജപമാല പ്രാർത്ഥനയാണെങ്കിൽ പലപ്പോഴും ന്യായീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജപമാല പ്രാർത്ഥനയും വചനം തന്നെയാണ്. ഏത് വചനമാണ്? നന്മ നിറഞ്ഞ മറിയമേ എന്ന വചനം. നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു വാക്ക് വിശുദ്ധ ബൈബിളിൽ യാതൊരു സ്ഥലത്തും കാണാൻ സാധിക്കത്തില്ല. പകരം കൃപ നിറഞ്ഞവളെ എന്ന് പറയുന്നത്. കൃപയും നന്മയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകും. കാരണം കൃപ എന്ന് പറഞ്ഞാൽ സൗജന്യമായി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നതും എൻ്റെ യോഗ്യതയില്ലാതെ ദൈവം തരുന്ന കൃപാവരത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നന്മ എന്നുള്ളത് ആ വ്യക്തിയുടെ തന്നെ ആയിരിക്കും. ഇതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടെ ഇത് മാറ്റണം, തിരിക്കണം, ഇത് തിരിച്ചു പ്രാർത്ഥിക്കണമെന്ന വലിയ വിവാദമുണ്ടായി. എന്നാൽ ഇക്കാലം എത്രയും വിശ്വസിച്ചിരുന്ന വിശ്വാസത്തിന് എതിരാകുമ്പോൾ അത് വലിയ പ്രശ്നമാകും, അത് വിശ്വാസത്തിന് എതിരാകും എന്നുള്ളത് കൊണ്ട് മാർപ്പാപ്പമാർ നന്മ തന്നെ പോകട്ടെ എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ്. ഇനി വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടത് ആരാണ് എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരിൽ നിന്നും വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ എത്ര വേഗം തിരിയുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. കർത്താവ് നമ്മളെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നിന്നും വേർപെട്ട് 150 പ്രാവശ്യം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിനെ 5 പ്രാവശ്യമാക്കി മാറ്റുന്ന ഒരു അനുപാതം എത്രത്തോളം മോശമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് യേശു പഠിപ്പിച്ച പ്രാർത്ഥന, യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന 150 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്നത് മാറ്റിക്കൊണ്ട് വെറും 5 പ്രാവശ്യമാക്കി അതിനെ ചുരുക്കി പകരം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുകയും പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുകയും ചെയ്ത ഈ അനുപാതം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഈ ഒരു വാക്യം വായിക്കുക. ക്രിസ്തുവിൻ്റെ കൃപയിൽ, അവൻ്റെ ഗ്രേസിൽ നിങ്ങളെ വിളിച്ചവനിൽ നിന്നും വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഇത്ര വേഗം തിരിയുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ജപമാല പ്രാർത്ഥന ഒരു പൈശാചികമാണെന്നോ തിന്മയാണെന്നോ എന്നും ഞാനൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഞാനൊരു സ്ഥലത്തും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങൾ എവിടെയെങ്കിലും മാറിപ്പോയോ എന്ന് പരിശോധിച്ച് നോക്കുക. കാരണം നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതിലുള്ള എല്ലാ പ്രാർത്ഥനയും ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന തികച്ചും മറിയത്തോടുള്ള ഒരു അപേക്ഷ മാത്രമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. അത് ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ബൈബിളിൽ നിന്നുള്ള പല വചനങ്ങൾ ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പൈശാചികമെന്ന് പറയാൻ കഴിയാത്തത്.
എന്നാൽ ഇവിടെ വന്ന് പറഞ്ഞത് ആരാണെന്ന് അടുത്ത വാക്യം കൂടി നമ്മളൊന്ന് പരിശോധിച്ചാൽ 7-ാം വാക്യം, അത് സുവിശേഷമേ അല്ല, നിങ്ങളെ അസ്വസ്ഥരാക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷം വികലമാക്കാനും ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പസ്തോലൻ പറയുന്നത്, അപ്പസ്തോലന്മാർ നമ്മളോട് പറഞ്ഞ സുവിശേഷം, നമ്മളെ മുമ്പിൽ പ്രഘോഷിച്ച സുവിശേഷം, എഴുതപ്പെട്ട ലേഖനങ്ങൾ, ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ, ആരെങ്കിലും അങ്ങനെ ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ സ്വീകരിക്കണം? സ്വർഗസ്ഥനായ പിതാവേ എന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ 150 പ്രാവശ്യം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പാരമ്പര്യത്തെ 5 പ്രാവശ്യമാക്കി ചുരുക്കിയ ഈ ആനുപാതികം എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളണം, എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് വിശ്വാസികളായ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ വിടുകയാണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം യേശുവിന്റെ മുൻപിൽ വന്ന് കാനായിലെ കല്യാണ നാളിൽ പോലും ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് ശിഷ്യന്മാരോട് പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുവിനെന്നാണ്. യേശു പറഞ്ഞത്, യേശു പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ പിതാവേ എന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ പൂർണ്ണമായി 5 പ്രാവശ്യമായി അവഗണിച്ചുകൊണ്ട് 50 പ്രാവശ്യം മാതാവിനോടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറയുന്ന, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വരുന്ന മറിയത്തിന്റെ പേരിൽ വരുന്ന സ്ത്രീ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ഹൃദയമുള്ളവർക്ക് പോലും മനസ്സിലാകും. അതാരായിരിക്കും, ആരായിരിക്കാനാണ് സാധ്യത? നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാൻ അതിൽ ഒരു അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പിതാവിനെയോ മാതാവിനെയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, പുത്രനെയോ പുത്രിയോ എന്നേക്കാൾ അധികം സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. യേശു വ്യക്തമായിട്ട് പഠിപ്പിച്ചു, ക്രിസ്തുവിന്റെ പിന്നാലെ പോകണം. ഈ വാക്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം യേശു തന്റെ ദൈവത്വം തന്നെ വെളിപ്പെടുത്തുക. ഒരുവന് ആരെങ്കിലും ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി അവനെ സ്നേഹിക്കുകയും അവനെ മാത്രം, സ്വന്തം മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുവന്റെ കൂടെ ചേരണമെങ്കിൽ അത് യഹോവയായ ദൈവത്തോട് മാത്രമാണ്, സത്യദൈവത്തിന് മുൻപിൽ മാത്രമാണ്. ഇതാണ് പഴയ നിയമവിശ്വാസം. ആ വിശ്വാസം ഉള്ള ജനത്തോടാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പറയുമ്പോൾ, അത് മത്തായി സുവിശേഷം തന്നെ 22-ാം അധ്യായം അതിന്റെ 37-ാം വാക്യം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ഇതാണ് പരമപ്രധാനമായ കൽപ്പന. സുപ്രധാനമായ കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ അവിടെ വ്യക്തമായി യേശു പഠിപ്പിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, നിന്റെ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ പൂർണ്ണതയോടെ, നിന്റെ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നതിനേക്കാൾ പൂർണ്ണതയോടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും വർഷിപ്പ് ചെയ്യുകയും അവനോട് അപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സുപ്രധാനമായ കൽപ്പന നമ്മൾ നോക്കുമ്പോൾ 150 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരുന്ന ക്രിസ്തുവിന്റെ പ്രബോധനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ 5 പ്രാവശ്യമാക്കി വേറെ 50 പ്രാവശ്യം മാതാവിനോടുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ ചിന്തിക്കാനിടയാകട്ടെ എന്ന് വിനീതമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ഒരിക്കലും സ്വർഗത്തിലിരിക്കുന്ന മാതാവിനെ അവഹേളിക്കാനോ ഏതെങ്കിലും വിധത്തിൽ താഴ്ത്തിക്കെട്ടാനോ അല്ല ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. പാരമ്പര്യങ്ങൾ നമുക്ക് തന്ന ചില തെറ്റായ വശങ്ങൾ, ചില തെറ്റായ രീതികളെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് മാത്രമാണ്. എന്നാൽ സ്വർഗത്തിലിരിക്കുന്ന യേശുവിൻ്റെ അമ്മ മറിയത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും അധികം സ്നേഹിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം കച്ചവട രീതികൾ, തെറ്റായ വശങ്ങൾ, ആൽബജൈൻസ് എന്ന് പറയുന്ന ആ പാഷണ്ഡതയെ നശിപ്പിക്കാൻ കഴിയാത്ത എത്രയൊക്കെ വാഗ്ദാനങ്ങൾ നൽകി പ്രത്യക്ഷപ്പെട്ട് വന്ന വ്യക്തികൾ പലവിധ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്ത ഇത്തരം തെറ്റായ സുവിശേഷത്തെ നമ്മൾ സ്വീകരിക്കണമോ എന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശ്വാസ സമൂഹം വിശുദ്ധിയുള്ള ഒരു സമൂഹമായി മാറട്ടെ. വിശുദ്ധിയുള്ള ഒരു പാരമ്പര്യം, ഒരു അപ്പസ്തോലിക പാരമ്പര്യം, ആ വിശ്വാസ പാരമ്പര്യം നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒരുവൻ കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുമ്പോൾ തന്നെ ആ ശ്രേഷ്ഠമായ വിശ്വാസത്തിൽ എന്നും നിലനിൽക്കാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ
വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് ചാടുന്നതാണ് എന്നല്ലാതെ മറ്റൊരു വ്യത്യാസവുമില്ല. എല്ലായിടത്തും ഏത് ഡിനോമിനേഷൻ ആകട്ടെ സകലത്തിലും പണത്തെ ലക്ഷ്യമാക്കിയുള്ള പലവിധ പ്രബോധനങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ണു തുറന്നു നോക്കുന്ന ഏതൊരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പുറത്ത് ചാടുന്നതല്ല ശരി, നീ ആയിരിക്കുന്ന സഭയിൽ തന്നെ നിന്നുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ നമ്മുടെ പ്രളയം വന്നപ്പോൾ നിന്റെ ഭവനം അഴുക്കുചാലായിരുന്നെങ്കിൽ അതിനെ ക്ലീൻ ചെയ്ത അതേപോലെ തന്നെ നിന്റെ സ്വന്തം ഭവനത്തെ ക്ലീൻ ചെയ്യാൻ, നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ ക്ലീൻ ചെയ്യാൻ, വിശ്വാസമാകുന്ന ആ മേഖലയെ വിശുദ്ധീകരിപ്പാൻ ഓരോ ക്രിസ്ത്യാനിയും മുന്നോട്ട് വരാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.